ഹായ് എവരിവൺ. അപ്പോൾ ജോബ് ബൂസ്റ്റ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജംപാക്റ്റിലേക്ക് വന്നിട്ടുള്ള കുറച്ചധികം ജോബ് വേക്കൻസികളെ കുറിച്ചിട്ടാണ്. അതായത് ഫ്രഷേഴ്സ് ആയവർക്കും എക്സ്പീരിയൻസ് ആയവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാടധികം ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എന്ത് ചെയ്യുക, ഡെയിലി ജോബ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്, ഇതുപോലുള്ള ഡെയിലി ജോബ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒറ്റ ജോബ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ ജംപാക്റ്റിലാണ്. അതായത് കമ്പനി നെയിം ജംപാക്റ്റാണ്. ഓക്കെ, സാലറി എന്ത് ചെയ്തിട്ടില്ല, അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ജോബ് ടൈപ്പ് വരുന്നത് ഫുൾ ടൈം പെർമനൻറ്റ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഗ്രാജുവേഷൻ. അതായത് ഡിഗ്രി ഏതുമുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളിപ്പം ഒരു MNC കമ്പനിയിലേക്ക്, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് ഒരു എൻട്രി ലെവൽ ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണിത്. അതായത് നിങ്ങൾക്കൊരു എൻട്രി ലെവൽ ജോബിലേക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഓപ്ഷനാണിത്. അപ്പം എന്ത് ചെയ്യാറും മിസ് ചെയ്യാതെ തന്നെ അപ്ലൈ ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് ഹൈദരാബാദാണ്. എക്സ്പീരിയൻസ് വരുന്നത് 0 to 1 year ഓഫ് എക്സ്പീരിയൻസ്. അതായത് ഫ്രഷേഴ്സ് അവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. റോള് വരുന്നത് കസ്റ്റമർ സക്സസ്, സർവീസ് ആൻഡ് ഓപ്പറേഷൻസ്, അതർ റോൾസും വരും. അതായത് കസ്റ്റമർ സക്സസ് ആയിരിക്കും നിങ്ങളുടെ ജോബ് റോൾ വരുന്നത്. കസ്റ്റമർ സർവീസ് ആയിരിക്കും അധികം വരുന്നത്. അതായത് കോളിംഗ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നോൺ വോയിസ് ആയിട്ടുള്ള പ്രോസസ്സുകളും എന്തെങ്കിലും അവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. എത്രയധികം വേക്കൻസിലേക്കാണ് ജംപാറ്റ് വിളിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത് പ്രോസസ് അസോസിയേറ്റ് കണ്ടൻറ് മോഡറേഷൻ ഇംഗ്ലീഷിലേക്കുള്ളൊരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ പ്രോസസ് അസോസിയേറ്റ് കസ്റ്റമർ സർവീസിലേക്കൊരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ പ്രോസസ് അസോസിയേറ്റ് ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി. അപ്പോൾ ഇത് ജോബ് വേക്കൻസി ഡീറ്റെയിൽസിനെ നമ്മളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രോസസ് അസോസിയേറ്റ് കണ്ടൻറ് മോഡറേഷൻ എന്ന് പറയുമ്പോൾ അതായത് യൂസർ ജനറേറ്റഡ് കണ്ടൻറ്റുകൾ എന്ത് ചെയ്യുക, നമ്മൾ മോഡറേറ്റ് ചെയ്തിട്ട്, അതായത് കമ്പനിയുടെ ഒരു പോളിസി ഉണ്ടാകും. ആ പോളിസിക്ക് അനുസരിച്ച് ആ കണ്ടൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, വിലയിരുത്തുകയും ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കുകയാണ്. ഫസ്റ്റത്തെ ജോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ ജോബിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നത്. ഇനി രണ്ടാമത്തെ ജോബ് വരുന്നത് പ്രോസസ് അസോസിയേറ്റ് കസ്റ്റമർ സർവീസ്. അതായത് കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻട്രാക്ഷൻസ് ആയിരിക്കും അധികം. കോളുകൾക്കും കസ്റ്റമറുമായിട്ട് വരുന്ന ചാറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക, അതുപോലുള്ള ജോബായിരിക്കും ഇത് വരുന്നത്. രണ്ടാമത്തെ ജോബ് വരുന്നത് പ്രോസസ് അസോസിയേറ്റ് ആണ്. അതായത് ഈ ഒരു ജോബിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഏതും വരാം. നിങ്ങളുടെ CV അനുസരിച്ചുള്ള, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള ഏത് ജോബും ഇതിലേക്ക് എന്താണ് കമ്പനി നിങ്ങളെ ഹയർ ചെയ്യാം. പിന്നെ നാലാമത്തെ വരുന്നത് പ്രോസസ് അസോസിയേറ്റ് ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി. അതായത് ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടൻറ് മോഡറേഷൻ തന്നെയാണ്. അതായത് യൂസർ ജനറേറ്റഡ് കണ്ടൻറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, വിലയിരുത്തുകയും അതിനനുസരിച്ച് കമ്പനിയുടെ പോളിസിക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ജഡ്ജ്മെൻറ്റ് ചെയ്യുകയുമാണ് നിങ്ങളുടെ ജോബ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ കീ റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എൻഷുവർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആർ മൈൻറ്റെയിൻഡ് ബൈ ദി ഇംപ്ലിമെൻറ്റിംഗ് സൊല്യൂഷൻസ്. അതായത് ക്വാളിറ്റിയോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ജോബിനെ വിലയിരുത്തുകയും അതിനനുസരിച്ച് പോളിസിക്ക് അനുസരിച്ച് അപ്ലൈ ചെയ്യുകയും വേണം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ആ കാര്യങ്ങളൊക്കെ. പിന്നെ പ്രോസസ് കണ്ടൻറ്റ് ബേസ്ഡ് ഓൺ ഡിഫൈൻഡ് ഗൈഡ് ലൈൻസ്. അതായത് കമ്പനി ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോസസ്സിനെ, അതായത് ജോബിനെ വിലയിരുത്തുകയും ജഡ്ജ്മെൻറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യും. ഓക്കെ, പിന്നെ പ്രൊവൈഡ് എക്സലൻറ്റ് കസ്റ്റമർ സർവീസ് ടു ക്ലയൻറ്റ്സ്. ഇതൊക്കെ അതായത് കമ്പനിയുടെ പോളിസിക്ക് അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഈ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളിലൊക്കെ എന്താ ഡീറ്റെയിൽഡ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ക്വാളിഫിക്കേഷൻ വരുന്നത് മിനിമം ക്വാളിഫിക്കേഷൻസ് ഗ്രാജുവേഷനാണ് വരുന്നത്. എനി ഗ്രാജുവേഷൻ, നിങ്ങൾക്ക് ഏത് ഡിഗ്രി, ഏത് വിഭാഗത്തിലുള്ള ഡിഗ്രി ആയാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. BA ആയാലും BSc ആയാലും ഏത് ഡിഗ്രി ഉണ്ടായാലും മതി. ഡിഗ്രി ഉള്ളവർക്ക് എന്താ ചെയ്യും, അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോബ് വേക്കൻസിയാണിത്. ഓക്കെ, പിന്നെ അവർ പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ വരുന്നത് നിങ്ങളുടെ ഡിഗ്രിയോട് കൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് സ്ട്രോങ് അനലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. പിന്നെ അബിലിറ്റി ടു വർക്ക് ഫ്ലെക്സിബിൾ ഹവേഴ്സ് ഇൻക്ലൂഡിങ് വീക്കെൻഡ് ഷിഫ്റ്റ്. നിങ്ങൾക്ക് എന്തായിരിക്കണം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള അനലിറ്റിക്കൽ സ്കില്ലുണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിയുമ്പോൾ നിങ്ങൾക്ക് ബേസിക്കായി ഉണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലാണിത്. ഓക്കെ, വലിയ സ്കിൽസും കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ബേസിക് സ്കില്ലുള്ളവർക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു വേക്കൻസിയാണിത്. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ജോബാണെന്ന് വെച്ചാൽ അതിലേക്ക് എന്താണ് ക്ലിക്ക് ചെയ്താൽ, അപ്ലൈനോ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആ ലിങ്കിലേക്ക് പോവുകയും നിങ്ങൾക്ക് അവിടെ പോയിട്ട് എന്താ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ ജംപാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് എന്താണ് ഇവിടെ ഡീറ്റെയിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസും എന്താണ്, നിങ്ങൾ ഏതൊരു കമ്പനിയിലേക്കും നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്താണ് അവർ
പണം ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും അത് കൊടുക്കരുത്. എല്ലാ കമ്പനിയിലും റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും ഹയറിങ്ങും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടാണ്. ആരും നിങ്ങളോട് പണം ചോദിക്കുകയോ ഇങ്ങനെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കമ്പനികൾ നിങ്ങളോട് പണം ചോദിക്കുകയൊന്നും ചെയ്യുകയില്ല. അപ്പോൾ ആരും അങ്ങനെയുള്ള ചതികളിലൊന്നും പെടാതിരിക്കുക. നമ്മുടെ ചാനൽ എന്തായാലും 100% വെരിഫൈഡ് ആയിട്ടുള്ള കമ്പനികൾ മാത്രമേ നമ്മൾ ചാനലിലൂടെ നിങ്ങൾക്ക് അപ്ഡേഷൻ തരികയുള്ളൂ. അതായത് ചില കമ്പനികളുണ്ടാവും ഇൻ്റർവ്യൂവിന് പോയാൽ നിങ്ങളോട് ക്യാഷ് ചോദിക്കുന്ന കമ്പനി, അതായത് അധികവും വർക്ക് ഫ്രം ഹോം ജോബ് ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന കമ്പനികൾ. അങ്ങനെ വളരെ വിരളമാണ് അങ്ങനത്തെ കമ്പനികൾ ഹയർ ചെയ്യുമ്പോൾ നിങ്ങളോട് പണം ചോദിക്കുന്ന കമ്പനികൾ. അപ്പോൾ അങ്ങനത്തെ ചതികളൊന്നും പെടാതിരിക്കുക. നമ്മുടെ ചാനലെന്നും ഇതുപോലെ ജെന്യൂൻ ആയിട്ടുള്ള ജോബ് വേക്കൻസികൾ മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആരും ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് MNCകളിലേക്ക് കയറാനുള്ള എൻട്രി ലെവലായിട്ട് നിങ്ങൾക്ക് MNCകളിലേക്ക് കയറാനുള്ള ഒരു അവസരമാണിത്. ഓക്കെ, അതായത് പ്രൊഫസർ അസോസിയേറ്റ് കണ്ടൻറ് മോഡറേഷൻ. നിങ്ങൾ ഇതുപോലുള്ള കമ്പനികളിൽ ഇതുപോലുള്ള അവസരങ്ങൾ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഹൈ ലെവൽ റാങ്കിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്നും പതിയെ കയറി വർഷങ്ങളെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടി നിങ്ങൾക്ക് നല്ലൊരു സാലറി വരെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലുള്ള കമ്പനികളിൽ നിന്നൊക്കെ. അപ്പോൾ ഇവിടെ സാലറി അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് അവർ സാലറി കൂട്ടിത്തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആരും ഈ അവസരം നഷ്ടപ്പെടുത്താതെ തന്നെ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുക. പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരെ ഡയറക്റ്റായിട്ട് ഈ ഒരു ഡീറ്റെയിൽസിലേക്കാണ് വരിക. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ജോബാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ആരും ഈ അവസരം മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.